നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീകളുടെ സംരക്ഷകരാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പീഡകർക്ക് എതിരെ നിൽക്കുകയും സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ മാത്രമാണെന്ന് നമുക്കറിയാം. അതിന് മുമ്പും പിമ്പുമൊക്കെ ഒരുപാട് കേസുകൾ വന്നെങ്കിലും അതിലൊന്നും ഒരു സ്ത്രീക്കും നീതി കിട്ടിയില്ല. വാളയാർ പെൺകുട്ടിയുടേതടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നിൽക്കുമ്പോഴാണ് താൻ സ്ത്രീ സംരക്ഷകനാണ് എന്ന് ചമയാൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന അതിജീവിതകളെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നത്. ഒരു കപ്പം പിടിച്ച് ലവ് യു ടു ദി മൂൺ ആൻഡ് ബ്ലാക്ക് എന്ന് പറയാൻ അന്ന് പിണറായി വിജയന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഈ കപ്പൊക്കെ പിടിച്ചത് വെറുതെ ആയി എന്ന തിരിച്ചറിവിലായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ അത് മാറ്റി പറഞ്ഞിരിക്കുന്നു. ഏതായാലും പിണറായി വിജയൻ ഇപ്പോൾ രഞ്ജിത്തിനെ കൂടി, സിനിമാ സംവിധായകൻ രഞ്ജിത്തിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പെടുത്തിരിക്കുന്ന ഈ സമയത്ത് താൻ വലിയ സ്ത്രീ സംരക്ഷകനാണെന്ന ബോധമുണ്ടാക്കാൻ അതിനുള്ള ബോധപൂർവമായ ശ്രമമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാനും കഴിയും. രഞ്ജിത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഇടതുപക്ഷമായും കുറച്ച് വലതുപക്ഷമായും കുറച്ച് മാടമ്പിയായും ഒക്കെ അറിയപ്പെടുന്ന ആളാണ് രഞ്ജിത്ത്. ചെറുപ്പകാലത്ത് SFI ആണെന്ന് പറയുന്നു, ഇടയ്ക്കൊരു കോൺഗ്രസ് അനുഭാവം കാണിച്ചിരുന്നു, വീണ്ടും CPM അനുഭാവം കാണിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് രഞ്ജിത്തിന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിനെ വലിയ രീതിയിൽ നേരത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് വിട്ടതുമാണ്. പക്ഷെ വീണ്ടും പരാതി വരുമ്പോൾ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ മാർഗങ്ങളൊന്നുമില്ല. പക്ഷെ സമാനമായ രീതിയിൽ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഒരു പരാതി വരുന്നു. ആ പരാതിക്കാരി തന്നെ മുഖം വെളിപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ വരുന്നു. എന്നിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല. P ശശിക്കെതിരെ ഉണ്ടായില്ല, PK ശശിക്കെതിരെ ഉണ്ടായില്ല. അങ്ങനെ CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെതിരെയും ഒരു പരാതി ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ വളരെ കൃത്യമായി പിണറായി വിജയൻ അറിയാം വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നുവെന്ന്. ചർച്ച വഴിമാറ്റി വിടാനും രഞ്ജിത്തിലേക്ക് ഫോക്കസ് ചെയ്യാനുമുള്ള നീക്കമാണ് നമുക്കറിയാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എത്ര കാലമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചത്? അതിന്മേലുള്ള നടപടികളെ കുറിച്ച് ചിന്തിച്ചാൽ എന്താണ് നടപടികൾ എടുത്തതെന്നതിനെ കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ബോധ്യമുണ്ടോ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഉള്ള ഒരു PR വിദ്യയ്ക്കപ്പുറം രഞ്ജിത്തിന്റെ ഈ അറസ്റ്റിനെ കാണാൻ കഴിയുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഒരുപക്ഷേ രഞ്ജിത്ത് ഒരു യുവനടിയെ പീഡിപ്പിച്ചു എന്നുള്ളത് സത്യം തന്നെയാവാം. പക്ഷേ രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം വളരെ അതീവ രഹസ്യമായി കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു പോകാതെ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്ത് ഈ വിഷയങ്ങൾ അങ്ങോട്ട് വഴിതിരിച്ചു വിടുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു പിണറായി വിജയന്. പിണറായി വിജയനെ പറയുന്ന സ്ത്രീ സംരക്ഷണം യാഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ തീർച്ചയായും എല്ലാ പീഡകരെയും ഒരുപോലെ കാണാൻ പിണറായി വിജയന് കഴിയണം. കേരളത്തിലെ ഇപ്പോൾ മാത്രമല്ല, ഇതിനു മുമ്പ് പാലക്കാട് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. പാലക്കാട് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പാലക്കാട് കൗൺസിലർ അയാൾ ഒളിവിലാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസിന് പാലക്കാട് കൗൺസിലറെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? SC/ST അട്രോസിറ്റി വകുപ്പിട്ട് അച്ഛനും മകനും പീഡിപ്പിച്ചു എന്നൊരു പെൺകുട്ടി കേസുമായി മുന്നോട്ട് വരുമ്പോൾ ആ SC/ST പെൺകുട്ടിയുടെ അട്രോസിറ്റി വകുപ്പ് നിലനിൽക്കുന്ന കേസിൽ ഇപ്പോൾ ആ അച്ഛൻ പുറത്തിറങ്ങി നടക്കുകയാണ്. മകനെതിരെ മാത്രമാണ് കേസ്. ഇപ്പോൾ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്ത സമാനമായ രീതിയിൽ എന്തുകൊണ്ടാണ് അവിടുത്തെ പ്രശോഭ് ശ്രീവത്സനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. കാരണം അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്താൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാവും. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ പിണറായി വിജയന്റെ സ്ത്രീപക്ഷ പ്രേമം തീർച്ചയായും അത് സ്ത്രീ വിരുദ്ധമാണ് എന്നേ പറയാൻ കഴിയൂ. പിണറായി വിജയന്റെ രാഷ്ട്രീയമാണ് സ്ത്രീ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീകൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ എല്ലാ ഇരകളോടും നീതി പാലിക്കേണ്ടതുണ്ട്. ഒരു ഇരയ്ക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് മറ്റിരകൾക്കുള്ളത്? എല്ലാ ഇരകളും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കണ്ടതാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടും ഇതേ നിലപാട് തന്നെയായിരുന്നു പിണറായി വിജയന്. ഇരയ്ക്കൊപ്പം പോകുന്നു എന്ന് പറയുകയും ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുകയും ആ കേസടക്കം ഉള്ള സംഭവ വികാസങ്ങൾ മുന്നോട്ട് വരുമ്പോൾ കോടതിയിൽ നിന്ന് പോലും വിധി വരുമ്പോൾ ആ വിധി വന്ന സമയത്തും അതിനുശേഷവുമൊക്കെ പിണറായി വിജയന്റെ ഇരട്ടത്താപ്പുകൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തതാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ്, ഇതിലെല്ലാം പിന്നിൽ രാഷ്ട്രീയം മാത്രമാണ്. പിണറായി വിജയന് കേവലം സ്ത്രീകളോടുള്ള സ്ത്രീകളോടുള്ള മനോഭാവത്തിൽ ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഗിമ്മിക്ക് എന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് മിണ്ടാനും കഴിയില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പറഞ്ഞു സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച്. 52% വരുന്ന സ്ത്രീകളുടെ വോട്ടിലാണ് രാഹുൽ ഗാന്ധിയുടെയും പിണറായി വിജയന്റെയും ശ്രദ്ധ. രാഹുൽ ഗാന്ധി സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തീർച്ചയായും തനിക്കും എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാവും ഒരുപക്ഷെ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തത്. രഞ്ജിത്ത് കേസിൽ പ്രതിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം, അതിൽ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ ഇത്രയും ദിവസം 2 മാസങ്ങൾക്ക് മുമ്പാണ് സംഭവം. ഇത്രയും ദിവസം താമസിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒന്ന് അറസ്റ്റ് ചെയ്യാമെന്ന് പിണറായി വിജയൻ വിചാരിച്ചില്ലല്ലോ. അവിടെയാണ് രാഷ്ട്രീയമുള്ളത്.
വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. 52% വരുന്ന സ്ത്രീകളുടെ വോട്ടിൽ കണ്ണു നട്ടിരുന്നിട്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്നു. എത്ര സ്ത്രീകളെയാണ് രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്? ഇനി രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനാണോ നീക്കമെന്നറിയില്ല. ഡൽഹിയിൽ പ്രിയങ്ക ഗാന്ധി രാഹുലിന് ഇനി എന്തെങ്കിലും ഭീഷണിയായെങ്കിലോ എന്ന് കരുതി കേരളത്തിൽ എങ്ങനെയെങ്കിലും എത്തിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 കൊല്ലം ഇവിടെ അങ്ങ് നിർത്താം എന്ന് വിചാരിച്ചാണോ എന്നറിയില്ല. മറ്റൊരു സ്ത്രീകളും ഇപ്പോൾ UDFിന്റെ ഭാഗമായി ഒരു മുഖ്യമന്ത്രിയാകാൻ തക്ക തരത്തിൽ ഒരു സ്ത്രീയെയും UDF വളർത്തിയിട്ടില്ല. സ്ത്രീ പ്രാതിനിധ്യം ഏറ്റവും കുറവ് ഉള്ള പാർട്ടിയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഏറ്റവും കുറവ് സ്ത്രീകളെ കൊണ്ടുവന്നിട്ടുള്ള പാർട്ടി കോൺഗ്രസ് ആണെന്ന കാര്യത്തിൽ സംശയവും വേണ്ട. അപ്പോൾ ഈ പറയപ്പെടുന്ന 52% വരുന്ന സ്ത്രീകളുടെ വോട്ടിൽ കണ്ണും നട്ടാണ് ഇടത് വലത് മുന്നണികൾ മുന്നോട്ട് പോകുന്നതെന്ന് വ്യക്തമാവുകയാണ്. പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ഈ രഞ്ജിത്തിന്റെ അറസ്റ്റിന് പിന്നിലും അത് തന്നെയാണ്, രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. രാഷ്ട്രീയ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ പിണറായി വിജയൻ ഒരു താല്പര്യവുമില്ല എന്ന് വ്യക്തമാവുകയാണ്.